ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിൽ റീക്രിയേഷൻ ചെയ്യാൻ പോകുന്ന മത്സരം ഇംഗ്ലണ്ടും പോർച്ചുഗലും ഏറ്റുമുട്ടിയ ഒരു മത്സരമാണ്. അതെ, ഒരേപോലെ തന്നെ വാശിയും ആവേശവും രോമാഞ്ചവും തന്ന ഒരു മത്സരം തന്നെയായിരുന്നു അത്. ആരാധകരൊന്നടക്കം കാത്തിരുന്ന ഒരു ആവേശപ്പെടുത്തുന്ന മത്സരം. ആ ഒരു വാശിയേറിയ മത്സരത്തിന് വേണ്ടി ഇംഗ്ലണ്ട് വരുമ്പോൾ അവരുടെ സ്ക്വാഡ് ഇങ്ങനെയായിരുന്നു. ആൻഡി കോളയും സ്റ്റീവൻ ജെറാർഡും ഫെർണാണ്ടിനോയും ടെറിയും ഡേവിഡ് ബെക്കാമും ലംബാർഡും റൂണിയും കോളയും എല്ലാം അടങ്ങുന്ന ഏതൊരു ടീമിനെയും തകർത്തെറിയാൻ പ്രാപ്തിയുള്ള ടീം. മറുഭാഗത്ത് പോർച്ചുഗൽ ആണെങ്കിലോ ഒട്ടും മോശമല്ലായിരുന്നു. അതെ, അവരുടെ സ്ക്വാഡ് ഇങ്ങനെയായിരുന്നു. ലൂയിസ് ഫിഗോയും പെറ്റിറ്റിയും കർവാലോയും ക്രിസ്ത്യാനോ റൊണാൾഡോയും തിയാഗോയും അടങ്ങുന്ന മികച്ചൊരു ടീമുമായി തന്നെ അവരും വരുന്നു. ആ ഒരു മത്സരത്തിന് ഇത്ര പ്രശസ്തിയുള്ളതിന് കാരണം ഒന്നായിരുന്നു. അതെ, അന്ന് ഇംഗ്ലണ്ടിൽ ഡേവിഡ് ബെക്കാം എന്ന ഇതിഹാസ താരമുണ്ടായിരുന്നു. മറുഭാഗത്ത് പോർച്ചുഗലിലാണെങ്കിലോ പോർച്ചുഗലിൻ്റെ യുവരാജകുമാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോയും ഡേവിഡ് ബെക്കാമും നേർക്കുനേർ ഏറ്റുമുട്ടിയ ഒരു മത്സരം തന്നെയായിരുന്നു അത്. ആവേശപ്പെടുത്തുന്ന ആ മത്സരം അങ്ങനെ ആരംഭിക്കുന്നു. മത്സരം ആരംഭിച്ചതും ആദ്യം തന്നെ ഇവിടെ ഇംഗ്ലണ്ട് താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഫോൾ ചെയ്യുന്നത് കാണാം. അതിനുശേഷം ഇവിടെ ഇംഗ്ലണ്ടിൻ്റെ മുന്നേറ്റം. ഇംഗ്ലണ്ട് താരമായ സ്റ്റീവൻ ജെറാർഡിൽ നിന്നും ഒരു ക്രോസ് വരുന്നു. പക്ഷേ അതൊരു ഔട്ട് കിക്കിലാണ് കലാശിക്കുന്നത്. അതിനുശേഷം ഒരുപാട് മുന്നേറ്റങ്ങൾ തന്നെയാണ് ഇരു ടീമും കാഴ്ചവെക്കുന്നത്. ഇരു ടീമിൻ്റെയും ലക്ഷ്യം വിജയം എന്നത് തന്നെയായിരുന്നു. ഇവിടെ ഇംഗ്ലണ്ട് താരം ബോളുമായി വന്നൊരു ഷോട്ട് എടുക്കുന്നു. പക്ഷേ പോർച്ചുഗൽ ഗോൾ കീപ്പർ വളരെ സിമ്പിളായി തന്നെ അത് തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. ഇവിടെ അതിനുശേഷം പോർച്ചുഗലിൻ്റെ ഒരു മുന്നേറ്റം നമുക്ക് കാണാം. പോർച്ചുഗൽ താരം ബോളുമായി വന്ന് ഒരു ലോങ് റേഞ്ചർ എടുക്കുന്നു. പക്ഷേ അത് ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ വളരെ സിമ്പിളായി തന്നെ തൻ്റെ കൈപ്പിടിയിൽ എടുക്കുന്നു. തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ പോർച്ചുഗലിന് അനുകൂലമായി ഒരു ഫ്രീ കിക്കും കിട്ടുന്നു. പക്ഷേ അതിലൂടെയൊന്നും അവർക്ക് ഗോളടിക്കാൻ സാധിക്കുന്നില്ല. വളരെ മികച്ച രീതിയിൽ തന്നെ ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ അതിനെല്ലാം തടഞ്ഞിടുന്നു. ഇവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോയിലൂടെ ഒരു മുന്നേറ്റം നമുക്ക് കാണാം. ക്രിസ്ത്യാനോ റൊണാൾഡോ ബോളുമായി വന്ന് മികച്ച ഷോട്ട് എടുക്കുന്നു. പക്ഷേ ഒരു ഇഞ്ച് വ്യത്യാസത്തിൽ അത് പോസ്റ്റിൻ്റെ വെളിയിലേക്ക് പോകുന്നു. അതിനുശേഷം ഇവിടെ വീണ്ടും നമുക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയിലൂടെ ഒരു മുന്നേറ്റം കാണാം. പക്ഷേ സ്റ്റീവൻ ജെറാർഡ് എന്ന ഇംഗ്ലണ്ട് താരം വളരെ മികച്ചൊരു ടാക്ലിങ്ങിലൂടെ അവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ തടഞ്ഞിടുന്നു. അതിനുശേഷം വീണ്ടും നമുക്കിവിടെ പോർച്ചുഗലിൻ്റെ മുന്നേറ്റം കാണാം. പോർച്ചുഗൽ താരം ഒരു ഷോട്ട് എടുത്തെങ്കിൽ പോലും അതും അവസാനിക്കുന്നത് ഒരു ഔട്ട് കിക്കിലാണ്. വീണ്ടും നമ്മൾ കാണുന്നത് പോർച്ചുഗലിൻ്റെ മുന്നേറ്റം തന്നെയാണ്. പക്ഷേ ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ ഒരിക്കലും തളരില്ല എന്ന് തെളിയിച്ചുകൊണ്ട് അതിനെയെല്ലാം തടഞ്ഞിട്ടുകൊണ്ടേയിരിക്കുന്നു. അതിനുശേഷം ഇവിടെ ഇംഗ്ലണ്ട് താരമായ ലംബാർഡിൻ്റെ ഒരു ലോങ് റേഞ്ചർ നമുക്ക് കാണാം. പക്ഷേ പോർച്ചുഗൽ ഗോൾ കീപ്പർ വളരെ സിമ്പിളായി തന്നെ അത് തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. അങ്ങനെ ആവേശപ്പെടുത്തിയ മത്സരത്തിൻ്റെ ആദ്യ പകുതി അവസാനിക്കുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഇരു ടീമും ഗോളുകളൊന്നും നേടിയിട്ടില്ലായിരുന്നു. എന്നാൽ രണ്ടാം പകുതി ആരംഭിച്ചതും ആവേശത്തോടെ തന്നെ രണ്ടാം പകുതി ആരംഭിക്കുന്നു. ഇവിടെ ഡേവിഡ് ബെക്കാമിൽ നിന്നും ഒരു പാസ് വരുന്നു. അത് പോർച്ചുഗൽ താരത്തിൻ്റെ കയ്യിൽ തട്ടി എന്ന പേരിൽ ഇംഗ്ലണ്ട് ഒരു പെനാൾട്ടിക്ക് വേണ്ടി അപ്പീൽ ചെയ്യുന്നത് നമുക്ക് കാണാം. പക്ഷേ അവിടെ ഒരു പെനാൾട്ടി ഒന്നും അവർക്ക് തുറന്നു കിട്ടുന്നില്ല. അതിനുശേഷം ഇവിടെ ഇംഗ്ലണ്ടിന് അനുകൂലമായൊരു കോർണർ കിട്ടുന്നു. ജെറാർഡാണ് കിക്ക് എടുക്കുന്നത്. ജെറാർഡിൽ നിന്നും മികച്ചൊരു കിക്ക് വരുന്നു. പക്ഷേ ഇംഗ്ലണ്ടിന് അത് ഫിനിഷ് ചെയ്യാൻ കഴിയുന്നില്ല. അതിനുശേഷം ഇവിടെ ഇംഗ്ലണ്ടിന് ഒരു സുവർണ അവസരം ലഭിക്കുന്നു. പക്ഷേ അതിലൂടെയൊന്നും ഗോളടിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതെ, ആ മത്സരത്തിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ തന്നെയാണ് ഇരു ടീമുകളും കാഴ്ചവെക്കുന്നതെങ്കിലും ഇരു ടീമിനും ആ മത്സരത്തിൽ ഒരു ഗോൾ പോലും അടിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ റൂണി അനാവശ്യമായി പോർച്ചുഗൽ താരത്തെ ഫോൾ ചെയ്യുന്നത് കാണാം. അതിൻ്റെ പേരിൽ റൂണിക്കൊരു റെഡ് കാർഡും കിട്ടുന്നു. വീണ്ടും കളി ആരംഭിക്കുന്നു. ഇവിടെ ഇംഗ്ലണ്ടിൻ്റെ ഒരു മുന്നേറ്റം നമുക്ക് കാണാം. പക്ഷേ അതൊന്നും വലിയ അപകടം പോർച്ചുഗൽ പോസ്റ്റിൽ നടത്തുന്നില്ല. ഇവിടെ പോർച്ചുഗൽ താരത്തിൻ്റെ ഒരു മുന്നേറ്റം പോർച്ചുഗലിന് അനുകൂലമായൊരു കോർണറാണ്. അതിലൂടെ അവർക്ക് മികച്ചൊരു അവസരമാണ് തുറന്നു കിട്ടുന്നത്. പക്ഷേ അതൊന്നും അവർക്ക് ഗോളടിക്കാൻ സാധിക്കുന്നില്ല. തുടർന്ന് കിട്ടിയ പന്ത് ഫിഗോ ഒരു ഷോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ലക്ഷ്യം കാണാതെ പോസ്റ്റിൻ്റെ വെളിയിലേക്കാണ് പോകുന്നത്. അതിനുശേഷം ഇവിടെ വീണ്ടും പോർച്ചുഗലിൻ്റെ മുന്നേറ്റം. പക്ഷേ ഇംഗ്ലണ്ട് ഡിഫൻഡർമാർ എത്ര പോലും തളരില്ല എന്ന് വാശിയോടെ തന്നെ അതിനെല്ലാം തടഞ്ഞിട്ടുകൊണ്ടേയിരിക്കുന്നു. തൊട്ടടുത്ത നിമിഷത്തിൽ വീണ്ടും പോർച്ചുഗലിൻ്റെ ഒരു മുന്നേറ്റം നമുക്ക് കാണാം. പക്ഷേ അതും ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നു.
ഇവിടെ ഇംഗ്ലണ്ടിന് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് കിട്ടുന്നു. പക്ഷേ ആ ഷോട്ട് പോർച്ചുഗൽ ഗോൾ കീപ്പർ സേവ് ചെയ്ത് ഒഴിവാക്കുന്നു. അതെ, ലംബാർഡ് എടുത്ത ആ കിക്ക് ആദ്യം പോർച്ചുഗൽ ഗോൾ കീപ്പർ സേവ് ചെയ്തെങ്കിലും റീബൗണ്ടായി കിട്ടിയത് ഇംഗ്ലണ്ട് താരം ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെയെല്ലാം പോർച്ചുഗൽ ഗോൾ കീപ്പർ അവർക്ക് രക്ഷകനായി നിൽക്കുന്നു. അതിനുശേഷം ഇവിടെ പോർച്ചുഗൽ താരം ബോളുമായി വന്നൊരു ഷോട്ട് എടുക്കുന്നു. പക്ഷേ ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ വളരെ സിമ്പിളായി തന്നെ അത് തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. അതിനുശേഷം ഇവിടെ വീണ്ടും നമുക്ക് പോർച്ചുഗലിൻ്റെ ഒരു മുന്നേറ്റം കാണാം. പക്ഷേ അതിലൂടെയൊന്നും അവർക്ക് ഗോളടിക്കാൻ സാധിക്കുന്നില്ല. അവരും ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാം. പക്ഷേ ഗോളുകളൊന്നും പിറക്കാതെ ആ മത്സരം അവസാനിക്കുന്നു. ഇനി എക്സ്ട്രാ ടൈമാണ്. എക്സ്ട്രാ ടൈമിൻ്റെ ആദ്യ പകുതി പോർച്ചുഗലിൻ്റെ ടച്ചോടെയാണ് കളി ആരംഭിക്കുന്നത്. കളി ആരംഭിച്ച ആദ്യം തന്നെ ഇവിടെ പോർച്ചുഗൽ ക്യാപ്റ്റനിൽ നിന്നും നമുക്കൊരു ഷോട്ട് കാണാം. പക്ഷെ അത് ലക്ഷ്യം കാണാതെ പോസ്റ്റിൻ്റെ വെളിയിലേക്ക് പോകുന്നു. വീണ്ടും ഇവിടെ ഇംഗ്ലണ്ടിൻ്റെ മുന്നേറ്റം. പക്ഷേ പോർച്ചുഗൽ ഡിഫൻഡറിൻ്റെ മികച്ചൊരു ഹെഡ് ക്ലിയറിങ്സിലൂടെ അവിടെ ഗോളുകളൊന്നും പിറക്കുന്നില്ല. ഇവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ബോളുമായി വരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മികച്ചൊരു ലോങ് റേഞ്ചർ. അതെ, ഫുട്ബോൾ ലോകത്തെ തന്നെ രോമാഞ്ചപ്പെടുത്തിയ ഒരു ലോങ് റേഞ്ചർ ആയിരുന്നു അത്. പക്ഷേ നിർഭാഗ്യം എന്നോണം അത് ഗോളാകുന്നില്ല. അതിനുശേഷം നമുക്ക് ഇവിടെ ഇംഗ്ലണ്ടിൻ്റെ ഒരു മുന്നേറ്റം കാണും. അത് പോർച്ചുഗൽ താരം ഇംഗ്ലണ്ട് താരത്തെ ഫോൾ ചെയ്തതിൻ്റെ പേര് ഇവിടെ ഇംഗ്ലണ്ട് ഒരു പെനാൾട്ടിക്ക് വേണ്ടി അപ്പീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർക്കത് അനുവദിച്ച് കിട്ടുന്നില്ല. ഇവിടെ വീണ്ടും പോർച്ചുഗൽ താരത്തിന് പന്ത് കിട്ടുന്നു. പോർച്ചുഗൽ താരത്തിൻ്റെ ഒരു ലോങ് റേഞ്ചർ. പക്ഷേ അതും ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ വളരെ സിമ്പിളായി തന്നെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. വീണ്ടും കളി ആരംഭിക്കുന്നു. ഇവിടെ വീണ്ടും നമുക്ക് പോർച്ചുഗലിൻ്റെ ഒരു മുന്നേറ്റം കാണാമെങ്കിലും അതിലൂടെയൊന്നും അവർക്ക് ഗോളടിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ പോർച്ചുഗൽ താരത്തിൽ നിന്നും വീണ്ടും ഒരു ക്രോസ് നമുക്ക് കാണാം. പക്ഷേ ഇംഗ്ലണ്ട് ഡിഫൻഡർമാർ അതിനെയെല്ലാം തടഞ്ഞിട്ട് കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആവേശകരമായ മത്സരം അവസാനിക്കുന്നു. ഇനി പെനാൾട്ടി ഷൂട്ടൗട്ടാണ്. 2006 ഫിഫ വേൾഡ് കപ്പിലെ ഒരു ആവേശപ്പെടുത്തുന്ന മത്സരം തന്നെയായിരുന്നു അത്. പെനാൾട്ടി ഷൂട്ടൗട്ടിൽ ഫസ്റ്റ് കിക്ക് എടുക്കുന്നത് പോർച്ചുഗൽ താരമായ സിമയോ ആണ്. അതെ, അയാളുടെ കിക്ക് വളരെ മികച്ച രീതിയിൽ തന്നെ ഗോൾ വലയെ ചുംബിപ്പിക്കുന്നു. അടുത്ത കിക്ക് ഇംഗ്ലണ്ടിൻ്റേതാണ്. ഇംഗ്ലണ്ടിന് വേണ്ടി കിക്ക് എടുക്കുന്നത് ഫ്രാങ്ക് ലംബാർഡിൻ്റെ കിക്ക് പോർച്ചുഗൽ ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു. പോർച്ചുഗൽ നഗരത്തിലെ ആരാധകരോ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തിക്കൊണ്ടിതാ ഇംഗ്ലണ്ടിൻ്റെ ഷോട്ട് പോർച്ചുഗൽ ഗോൾ കീപ്പർ സേവ് ചെയ്തിരിക്കുന്നു. പിന്നീട് പോർച്ചുഗൽ താരത്തിൻ്റെ ഷോട്ടാണ്. ഹുഗോ വിയാനയാണ് കിക്ക് എടുക്കുന്നത്. ഹുഗോ വിയാനൻ്റെ കിക്ക് പോസ്റ്റിൻ്റെ ബാറിൽ തട്ടുന്നു. പോർച്ചുഗൽ ആരാധകരെ ഒന്നടക്കം നിരാശപ്പെടുത്തി ഇംഗ്ലണ്ട് ആരാധകരെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തിയ ഒരു കിക്ക് തന്നെയായിരുന്നു അത്. തുടർന്ന് വീണ്ടും ഇംഗ്ലണ്ടിൻ്റെ കിക്കാണ്. ഓവനാണ് കിക്ക് എടുക്കുന്നത്. ഓവൻ അത് വളരെ മികച്ച രീതിയിൽ തന്നെ ഗോൾ വലയെ ചുംബിപ്പിക്കുന്നു. അടുത്ത കിക്ക് പോർച്ചുഗലിനായി എടുക്കാൻ വരുന്നത് പെറ്റിറ്റാണ്. പെറ്റിറ്റിൻ്റെ ഷോട്ട് പോസ്റ്റിൻ്റെ വെളിയിലേക്ക് പോകുന്നു. ഇംഗ്ലണ്ട് ആരാധകരെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് പോർച്ചുഗൽ ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ടിതാ ആ മത്സരത്തിൽ പോർച്ചുഗൽ താരം പെറ്റിറ്റ് എടുത്ത ഷോട്ടും ഗോളാകാതെ പോയിരിക്കുന്നു. അതെ, ഇനി ഇംഗ്ലണ്ടിൻ്റെ ഷോട്ടാണ്. കിക്ക് എടുക്കാൻ വരുന്നത് സ്റ്റീവൻ ജെറാർഡിൻ്റെ കിക്ക് പോർച്ചുഗൽ ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു. അതെ, ഇഞ്ചോട് ഇഞ്ചുള്ള ഒരു മത്സരം തന്നെയായിരുന്നു അത്. ഇപ്പോഴും മത്സരം സമനില തന്നെയാണ്. പെനാൾട്ടി ഷൂട്ടൗട്ടിലെ ആവേശപ്പെടുത്തുന്ന ഒരു സമനില തന്നെ. അതിനുശേഷം പോർച്ചുഗൽ താരം ഒരു ഷോട്ട് എടുക്കുന്നു. അത് ഗോളാകുന്നു. ഫുട്ബോൾ ലോകത്തെ ഒന്നടക്കം ആവേശപ്പെടുത്തിക്കൊണ്ട് തന്നെ. അതിനുശേഷം നമുക്ക് വീണ്ടും ഇംഗ്ലണ്ട് താരത്തിൻ്റെ ഒരു ഷോട്ട് നമുക്ക് കാണാം. പക്ഷേ അത് ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു. അതെ, ഇംഗ്ലണ്ട് ആരാധകരെ ഒന്നടക്കം നിരാശപ്പെടുത്തിക്കൊണ്ടിതാ പോർച്ചുഗൽ മുൻപോട്ട് കുതിക്കുന്നു. ഇനി പോർച്ചുഗലിൻ്റെ കിക്കാണ്. പോർച്ചുഗലിൻ്റെ കിക്ക് എടുക്കാൻ വരുന്നത് പോർച്ചുഗൽ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ. അതെ, ലോക ഫുട്ബോൾ പ്രേമികളുടെയും പോർച്ചുഗൽ ആരാധകരുടെയും പ്രതീക്ഷ അയാളിലേക്ക് ചുരുങ്ങുന്നു. അയാൾ കിക്ക് എടുക്കുന്നു. അയാളത് ഗോളടിക്കുന്നു. ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തിക്കൊണ്ടിതാ ഇംഗ്ലണ്ട് ആരാധകരുടെ സ്വപ്നങ്ങൾ തകർത്തുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഒരു യുവതാരം അവർക്കുമേൽ വട്ടമിട്ട് പറന്നിരിക്കുന്നു. ജീവശ്വാ